ജനാബത്തുള്ള സമയത്ത് മുസഹഫ് നോക്കാൻ പറ്റുമോ? അതുപോലെ ഹൈലുള്ള സമയത്ത് മുസഹഫിൽ നോക്കാൻ പറ്റുമോ? വഖിറാഅതുഹു ബിൽ ഖൽബി, എന്നിട്ട് മനസ്സുകൊണ്ട് ഓതാൻ പറ്റുമോ? 25ഓളം മസ്അലകൾ, 25ഓളം നിയമങ്ങൾ അവിടുത്തെ ശറഹുൽ മുഹദ്ദബിൽ എടുത്തു വിവരിച്ചു. അതിൽ ചിലത് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി മഹാനവറുകൾ പറഞ്ഞു, ജനാബത്തും ഹൈലും നിഫാസും ഉള്ളവർക്ക് ഖുർആനിൽ നിന്ന് ഖിറാഅത്തു ശൈഇൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് എന്ത് ഓതുന്നതും ഹറാമാണ്. വയിൻ ഖല്ല, അതെത്ര കുറച്ചാണെങ്കിലും ശരി. പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഖുർആനാണെന്ന് കരുതി ബിസ്മില്ലാഹ് എന്നോതിയാൽ പോലും ഹറാമാണ്. അതേ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയും. അത് ഖുർആനാണെന്ന് കരുതി ഓതുന്നതല്ല, മറിച്ച് ഒന്നുകിൽ ദിക്റാണെന്ന് കരുതിയോ അല്ലെങ്കിൽ ഒന്നും കരുതാതെ ദിക്ർ എന്ന നിലക്ക് അത് പ്രവർത്തിക്കുകയോ ചെയ്യുകയാണ്. അത് ഖുർആനാണെന്ന് കരുതി ഓതിയതല്ല. ഖുർആൻ അത് എത്ര കുറവാണെങ്കിലും, ഹത്താ ബഅദ ആയത്തിൻ, ഒരായത്തിൽ നിന്ന് അല്പമാണെങ്കിലും ശരി, ഖുർആനാണെന്ന് കരുതി ഓതുന്നത് ഹറാമാണ്. വലൗ കാന യുകർരിറു ഫീ കിതാബി ഫിഖ്ഹിൻ ഔ ഗൈരിഹി ഫീഹി ഇഹ്തിജാജുൻ ബിആയത്തിൻ ഹറമ അലൈഹി ഖിറാഅതുഹാ, ഒരു കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ഖുർആൻ തെളിവ് പറയുകയാണ്. അങ്ങനെ തെളിവിന് വേണ്ടി ഖുർആൻ ഓതി ആവർത്തിക്കുകയാണെങ്കിൽ പോലും, ഖുർആൻ ഓതുകയാണ് എന്ന നിലക്കാകുമ്പോൾ അത് ഹറാമാണ്. ലിഅന്നഹു യഖ്സുദുൽ ഖുർആന ലിൽ ഇഹ്തിജാജി, തെളിവ് പിടിക്കാൻ വേണ്ടി ഖുർആൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ ഓതുന്നത്. അത് പാടില്ലാത്തതാണ്. അതേ സമയത്ത് മഹാന്മാരായ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞതായി ഇമാം നവവി റളിയല്ലാഹു പറഞ്ഞു, വലൗ ഖാല ലി ഇൻസാനിൻ ഖുദിൽ കിതാബ ബിഖുവ്വ, ഒരാൾ പറഞ്ഞു ഈ കിതാബ് നീ ശക്തിയോടുകൂടി പിടിച്ചോന്ന്. വലം യഖ്സുദ് ബിഹിൽ ഖുർആൻ, അങ്ങനെ ഒരു വാചകം ഖുർആനിലുണ്ടെങ്കിലും അദ്ദേഹം ഖുർആൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എന്നാൽ ജാസ, അത് ജനാബത്തുള്ള സമയത്ത് പറഞ്ഞാലും കുഴപ്പം ഇല്ല. അയാൾ ഖുർആൻ ഉദ്ദേശിച്ചുകൊണ്ട് ഓതിയതല്ലത്, അതങ്ങനെ പറഞ്ഞതാണ്. വകദാമാ അസ്ബഹു, അതുപോലെ തന്നെയാണ് അതിനോട് തുല്യമായത്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വയജൂസുലിൽ ജുനുബി വൽ ഹൈലി വൻ ഫസായി ഫീ മഅനാഹു അൻ തഖൂല ഇൻദൽ മുസീബത്തി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്തുണ്ടാകുന്ന സമയത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയൽ സുന്നത്തുണ്ടല്ലോ. അത് മുസീബത്തിന്റെ സമയത്തുള്ള ദിക്ർ എന്ന നിലക്ക് അത് പറയുന്നതിന് കുഴപ്പം ഇല്ല, അത് ഖുർആനിലുള്ളതാണെങ്കിലും. കാരണം അത് ഖുർആൻ ഓതിയതല്ല, മുസീബത്തിന്റെ സമയത്തുള്ള ദിക്ർ ചൊല്ലിയതാണ്. ഇതേപോലെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഒരു വാഹനത്തിന്റെ പുറത്ത് കയറുന്ന സമയത്ത് ഖാല അസ്ഹാബുൽ ഖുറാസാനിയൂന, ഖുറാസാനി ഭാഗത്തുള്ള നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു, വയജൂസു ഇൻദ റുകൂബിർ ദാബത്തി അൻ യഖൂല സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. വാഹനത്തിൽ കയറിയാൽ ആ സമയത്ത് പറയൽ സുന്നത്തുണ്ടല്ലോ, ഈ വാഹനത്തെ നമുക്ക് പാകപ്പെടുത്തി തന്ന അല്ലാഹു തആല പരിശുദ്ധനാണ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പാകപ്പെടുത്തി തന്നതുകൊണ്ട് ആ വാഹനത്തെ നിയന്ത്രിച്ചു പോകുന്നവരായി അല്ലാഹു നമ്മെ ആക്കി തന്നു. വാഹനത്തിന് അധീനപ്പെടുന്നവരായി അല്ലാഹു തആല നമ്മളെ ആക്കിയില്ല എന്ന് അർത്ഥം വരുന്ന ദിക്ർ ഖുർആനിലുണ്ട്. അത് ഖുർആനോത്താണ് എന്ന ഉദ്ദേശത്തില്ല, ലാ ബിഖസ്ദിൽ ഖുർആൻ, ഖുർആൻ ഓതുകയാണെന്നുള്ള ഉദ്ദേശമില്ലാതെ വാഹനത്തിൽ കയറിയിട്ടുള്ള ദിക്ർ എന്ന നിലക്ക് അത് കൊണ്ടുവരുന്നതിന് കുഴപ്പം ഇല്ല. അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, ഇറാഖി ഭാഗത്തുള്ള ഒരുപാട് ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ അങ്ങനെ ആണെങ്കിൽ പോലും ഖുർആനിൽ നിന്നുള്ള ആയതുകൊണ്ട് അത് പറയൻ അങ്ങനെ ചൊല്ലരുത് എന്ന് പറഞ്ഞവരും ഉണ്ട്. വൽ മുഖ്താറു സഹീഹുൽ അവ്വലു, എന്നാൽ അതിലേറ്റവും ശരിയായ അല്ലെങ്കിൽ ശരിയായ തിരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം ആദ്യം പറഞ്ഞതാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ എന്ന് ദിക്ർ എന്ന നിലക്ക് നമുക്ക് പറയുന്നതിന് വിരോധം ഇല്ല. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഖാലൽ ഖാദി ഹുസൈൻ റഹ്മത്തുള്ളാഹി അലൈഹി വഗൈറുഹു വയജൂസു അൻ യഖൂല ഫി ദുആഇ റബ്ബനാ ആതിനാ ഫി ദുനിയാ ഹസന
വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഒരാൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് ജനാബത്തോടുകൂടെയോ അല്ലെങ്കിൽ ഹൈദുള്ളതോടുകൂടെയോ പ്രാർത്ഥന നടത്തിയാൽ അതിന് കുറ്റമില്ല. അത് ഖുർആൻ ഓതിയതല്ല, പടച്ചവനോട് പ്രാർത്ഥിച്ചതാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് ദുനിയാവിൽ ഖൈർ തരണം, ആഖിറത്തിലും നന്മ തരണം എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നരകത്തിലെ അദാബിൽ നിന്ന് കാവൽ ചോദിക്കുകയും ചെയ്തതാണ്. അതിന് കുഴപ്പം ഇല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു ആല ഇമാമുൽ ഹറമൈനി വാലിദുഹു ശൈഖ് അബൂ മുഹമ്മദ് വൽ ഗസാലി ഫിൽ ബസീത്ത്. ഇമാമുൽ ഹറമൈനി അവിടുത്തെ പിതാവ് ശൈഖ് അബൂ മുഹമ്മദ്, ഇമാം ഗസാലി ബസീത്തിലൊക്കെ പറഞ്ഞു, ഇദാ ഖാലൽ ജുനുബു, ജനാബത്തുകാരൻ പറഞ്ഞാൽ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ, ഔ അൽഹംദുലില്ലാ, അല്ലെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ, ഫൈൻ ഖസദൽ ഖുർആന അസാ, ഞാൻ ഖുർആൻ ഓതുകയാണ് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞതെങ്കിൽ അവൻ കുറ്റക്കാരനാണ്. വൈൻ ഖസദ ദിക്ർ ചൊല്ലുകയാണ് എന്ന നിലയ്ക്ക് ബിസ്മി ചൊല്ലിയാൽ അൽഹംദുലില്ലാ പറഞ്ഞാൽ ലം യസി, കുറ്റക്കാരനാവൂല. വൈൻ ലം യഖ്സുദ് വാഹിദൻ മിൻഹുമാ ലം യസി അയ്ദൻ ഖത്അൻ, ഒന്നും കരുതിയിട്ടില്ലെങ്കിലും കുറ്റക്കാരനാവൂല. കാരണം ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ ഖുർആൻ ഓതുക എന്നുള്ള ഉദ്ദേശത്തിലല്ലല്ലോ, മറിച്ച് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ബിസ്മി ചൊല്ലുകയാണ്. അതുപോലെ തന്നെ ഞാൻ തുടങ്ങുമ്പോൾ ബിസ്മി പറയുകയാണ്, അത് ദിക്ർ എന്ന നിലക്കാണല്ലോ കൊണ്ടുവരുന്നത് എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇങ്ങനെ ഒരു മസ്അല വിശദമായി പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ മസ്അല പറയാൻ, തജൂസു ലിൽ ജുനുബി ഖിറാഅത്തു മാ നുസിഖത് തിലാവതുഹു. പരിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ നേരത്തെ ഉണ്ടായിരുന്നു, അല്ലാഹു അവന്റെ തീരുമാനമനുസരിച്ച് അത് ഖുർആനിൽ നിന്ന് ഓതുന്നത് ക്യാൻസൽ ചെയ്തിട്ടുള്ള ചില ആയത്തുകൾ ഉണ്ട്. ഇപ്പോൾ ഖുർആൻ നോക്കിയാൽ അത് കാണൂല. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഇറങ്ങിയിരുന്നു. ഏതുപോലെ അശ്ശൈഖു വശ്ശൈഖത്തു ഇദാ സനയാ ഫർജുമൂഹുമാ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യത്തിൽ ഒരു ആയത്ത് ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ വ്യഭിചാരം നടത്തിയാൽ അവരെ എറിഞ്ഞു കൊല്ലണം എന്ന് ഭരണാധികാരികൾക്കുള്ള നിർദ്ദേശമാണ്. ആ ആയത്ത് ഇപ്പോൾ ഖുർആനിൽ കാണൂല. നിയമം ഇപ്പോഴും ബാധകമാണ്, ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ളത് ജനാബത്തുകാരന് ഓതാൻ പറ്റുമോ? അതിനെ സംബന്ധിച്ച് മഹാനവറുകൾ പറഞ്ഞു, അതിന് വിരോധം ഇല്ല, അതിപ്പോൾ ഖുർആനിൽ ഇല്ലല്ലോ, അതുകൊണ്ട് അതിന് വിരോധം ഇല്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ വാചകങ്ങൾ എടുത്ത് ഉദ്ധരിച്ചു. മൂന്നാമതായി പറഞ്ഞു, യജൂസു ലിൽ ജുനുബി വൽ ഹായിലി അൻ നദുറു ഫിൽ മുസ്ഹഫി, ജനാബത്തുള്ള സമയത്ത് മുസ്ഹഫ് നോക്കാൻ പറ്റുമോ? അതുപോലെ ഹൈലുള്ള സമയത്ത് മുസ്ഹഫിൽ നോക്കാൻ പറ്റുമോ? വഖിറാഅതുഹു ബിൽ ഖൽബി, എന്നിട്ട് മനസ്സുകൊണ്ട് ഓതാൻ പറ്റുമോ? നാവ് കൊണ്ട് ഓതുന്നില്ല. ചിലപ്പോൾ ചില പെൺകുട്ടികൾ ഇപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കി പഠിക്കുന്ന ചില പെൺകുട്ടികൾ ഉണ്ട്. നോട്ടോ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കീഴിൽ പെൺകുട്ടികൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള കോളേജുകൾ വളരെ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല, വളരെ കുറവാണ് എന്ന് പറയാം, ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ പലരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ആളുകൾ അവരുടെ പെൺകുട്ടികൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കണം എന്ന് ഉത്കടമായ ആഗ്രഹമുണ്ടായിട്ട് ആ പെൺകുട്ടികളെ സുന്നത്ത് ജമാഅത്ത് അല്ലാത്തവരുടെ കോളേജിൽ കൊണ്ടുപോയി ചേർത്ത് ആ മക്കളുടെ ദീൻ തന്നെ നശിപ്പിച്ച് കളയുന്ന. ഖുർആൻ മനഃപ്പാഠാക്കിയാൽ മാത്രം പോരല്ലോ, നമ്മളെ വിശ്വാസം ശരിയാകണം, കർമ്മം ശരിയാകണം. ഖുർആൻ മനഃപ്പാഠാക്കിയില്ലേ കുഴപ്പമൊന്നുമില്ല. ഖുർആൻ മനഃപ്പാഠമാക്കൽ വുജൂബില്ല, നിർബന്ധമില്ല. ഫാത്തിഹ മാത്രമേ മനഃപ്പാഠമാക്കൽ വുജൂബുള്ളൂ. മനഃപ്പാഠം എത്രയും ആക്കിയാൽ നല്ലതാണ്. അത് പക്ഷേ മനഃപ്പാഠമാക്കിയാൽ പിന്നെ മറക്കുന്നത് വലിയ തെറ്റും ആണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ പെൺകുട്ടികളെ ചിലപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കോളേജിൽ കൊണ്ടുപോയി ചേർത്ത് ആ പെൺകുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയെത്താൻ 15 വയസ്സ് തികയണം എന്നില്ല, 18 വയസ്സ്. നമ്മുടെ മൈനോറിറ്റി അല്ലെങ്കിൽ മൈനർ എന്ന് പറയുന്ന ആ ഒരവസ്ഥ മാറാൻ നമ്മുടെ നാട്ടിൽ 18 വയസ്സാകണം, വോട്ട് ചെയ്യണമെങ്കിൽ 18 വയസ്സാകണം എന്നുണ്ടെങ്കിലും മതപരമായ നിയമമനുസരിച്ച് 15 വയസ്സ് തികഞ്ഞാൽ തന്നെ ഒരാൾക്ക് പ്രായം തികഞ്ഞു എന്നാണ് ശരീഅത്തിന്റെ നിയമമനുസരിച്ച് വിധിക്കപ്പെടുക. അപ്പോൾ പ്രായപൂർത്തിയെത്തുക എന്ന് പറഞ്ഞാൽ 15 വയസ്സ്. ബിസ്മില്ലാ.
ഞാൻ വളരെ കുറവാണെന്നതിന് നന്നായി, 2 സ്ഥാപനത്തിലുണ്ട് എന്നും ഇപ്പോൾ ഇവിടുന്ന് എഴുത്ത് തന്നതാണ്. നല്ല തന്നെ, അതുകൊണ്ട് ആ സൂക്ഷ്മത വേണം ഉണ്ടോയെന്ന് തന്നെ അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് 15 വയസ്സായാലും പ്രായപൂർത്തിയാവും. നന്നായിട്ട് മനസ്സിലാക്കണം ആ മസല. ഈ ആഴ്ചയിൽ, ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്ത് നിക്കാഹിന് വേണ്ടി പങ്കെടുത്തു. അപ്പോൾ ഒരു നിക്കാഹ് ആ വീട്ടുകാരൻ്റെ മകൻ്റെ നിക്കാഹ്. ആ നിക്കാഹിനോടനുബന്ധിച്ച് അദ്ദേഹം 2 പാവപ്പെട്ട പെൺകുട്ടികളുടെ നിക്കാഹ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ചെയ്തു കൊടുക്കാൻ സാമ്പത്തികമായി സഹായിച്ച് അങ്ങനെ 2 വിവാഹം വേറെയും അതേ സ്റ്റേജിൽ വെച്ച് നടക്കുന്നു. അപ്പം നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് അതിനെ സംബന്ധിച്ച് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളെ മുന്നിൽ വന്ന് ഞങ്ങളോട് വിവരം പറഞ്ഞു. വിവരം പറയാൻ കാരണം നിക്കാഹ് സ്വീകരിക്കുന്ന വരന് സംസാരശേഷിയില്ല. അദ്ദേഹത്തിന് സംസാരശേഷിയില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നിക്കാഹ് നടത്തുന്നതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ നിക്കാഹ് നടത്തിക്കൊടുക്കുന്ന ആൾക്കൊരു ബോധം വേണമല്ലോ. കാരണം ഖബിൽതു നിക്കാഹ എന്ന് പറഞ്ഞാൽ അയാൾ പറയൂല, അയാൾക്ക് കേൾവി ഉണ്ടോയെന്ന് സംശയമാണ്. അപ്പോൾ പിന്നെ അത് നിക്കാഹ് എങ്ങനെ നടത്തണം? അത് നിക്കാഹ് ഇശാറത്ത് കൊണ്ട്, ആംഗ്യം കൊണ്ട് നടത്തണം, ആംഗ്യഭാഷയിൽ നടത്തണം. അപ്പോൾ ആദ്യം തന്നെ നിക്കാഹിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അത് സ്റ്റേജ് മേൽ വെച്ച് പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് അത് പറയാൻ വേണ്ടി ഈ ആംഗ്യഭാഷയിൽ സംസാരിക്കേണ്ട വരനെയും കൂട്ടി ആ മഹല്ലത്തിൻ്റെ ആളുകൾ ഞങ്ങളെ സമീപത്ത് വന്നു. ഞാൻ പറയുന്നത് എല്ലാവരും, പ്രത്യേകിച്ച് ഈ പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളൊക്കെ ഉണ്ടാവും, അവരും ഖതീബുമാരും എല്ലാവരും മനസ്സിലാക്കേണ്ടത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ നിക്കാഹ് കഴിഞ്ഞിട്ട് പിന്നെ കുൽമാലായിട്ടൊരു കാര്യമില്ല. അങ്ങനെ നിക്കാഹ് ചെയ്യാൻ വേണ്ടി അടുത്ത് വന്നു. ഞാനുണ്ട്, നമ്മുടെ വള്ളിയാട് മദനി ഉസ്താദുണ്ട്, വില്യാപ്പള്ളി ഉസ്താദുണ്ട്. അങ്ങനെ കുറേ ആളുകൾ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്താണ് അവർ വന്നത്. അങ്ങനെ വന്ന് ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞു. ആരാ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരാളെ കാണിച്ചു തന്നു. അപ്പോൾ അദ്ദേഹം ഒരു പ്രായമുള്ളൊരു വ്യക്തിയാണ്. ഇയാൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ബാപ്പൻ്റെ ജ്യേഷ്ഠനോ അനുജനോ മറ്റോ ആണ്. അപ്പോൾ ഈ കുട്ടിക്ക് ബാപ്പ മരിച്ചു പോയിട്ടുണ്ട്, യതീമാണ് കുട്ടി എന്ന് പറഞ്ഞു. യതീം തന്നെ ഇപ്പോൾ യതീമാണെന്നല്ല, നേരത്തെ 15 വയസ്സാതിന് മുമ്പ് യതീമായിരുന്നു. 15 വയസ്സാ പിന്നെ യതീമുള്ള അഡ്രസ്സ് പോയി. ഏതായിരുന്നാലും യതീമായിരുന്ന കുട്ടിയാണ്. അപ്പോൾ ബാപ്പ ഇപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ 15 വയസ്സിന് മുമ്പോ ശേഷമോ ബാപ്പ ഏതായാലും ഇപ്പം ഇല്ല. അപ്പോൾ പിന്നെ നിക്കാഹ് ചെയ്യാൻ ഞാൻ ചോദിച്ചു, ആങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ആങ്ങളെ ചെറുതാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എത്ര വയസ്സ് എന്ന് ചോദിച്ചു. അതിന് 10-18 വയസ്സേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. 10-18 വയസ്സേ ഉണ്ടാവുള്ളൂ എന്ന്. വയസ്സ് കുറവാന്ന് പറഞ്ഞ് ഇനി പറഞ്ഞാണ്. അപ്പോൾ അവനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അവനെ വിളിപ്പിച്ചു. അപ്പോൾ നോക്കും, ഇവർ കാഴ്ചക്കും വലിയ കുഴപ്പമൊന്നുമില്ല. കാഴ്ചക്ക് കുഴപ്പമുണ്ടോ ഇല്ലോ എന്നുള്ള ഇവിടെ വിഷയമല്ല. കാരണം ആളെ നോക്കിയിട്ട് ഇത് പന്തലിൻ്റെ തൂണെടുക്കുന്നതല്ല. ഇത് നിക്കാഹിന് വേണ്ടത് പക്വതയോടുകൂടി പ്രായപൂർത്തി എത്തുക എന്നുള്ളതാണ്. 15 വയസ്സായാൽ മതി, 18 വയസ്സാകേണ്ടിയില്ല. ഇവന് 18 വയസ്സിൻ്റെയും മേലെയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ആങ്ങളെയാണ്, ഉപ്പാൻ്റെ ജ്യേഷ്ഠനുമല്ല അനുജനുമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. അവർ നേരത്തെ നിക്കാഹ് ചെയ്യാൻ വേറെ ആൾ ഒരുക്കി കൊണ്ടുവന്നതാണ്. അതിൻ്റെ ശേഷം അങ്ങനെ നിക്കാഹ് ചെയ്യണമെങ്കിൽ ഇവന് സമ്മതം എടുക്കണം. ഇനി വേണമെങ്കിൽ ഒരു കാര്യം അദ്ദേഹത്തിന് ചെയ്യാം. അദ്ദേഹത്തിന് ആ ബാപ്പൻ്റെ ജ്യേഷ്ഠനെ വക്കാലത്താക്കാം നിക്കാഹ് ചെയ്തു കൊടുക്കാൻ വേണ്ടി. പക്ഷേ അതിനും ഈ പെണ്ണിനോട് സമ്മതം എടുക്കണം. പെണ്ണിനോട് സമ്മതം എടുക്കണം. പെണ്ണിന് പ്രായപൂർത്തിയായിരിക്കണം. ആ പെണ്ണിനോട് സമ്മതം എടുക്കണം. അത് ആങ്ങളെ നിക്കാഹിയാണെങ്കിലും സമ്മതം എടുക്കണം. സ്വന്തം ബാപ്പയെ പോലെ നിക്കാഹ് ചെയ്യാൻ ആങ്ങൾക്ക് പറ്റൂല, സമ്മതം എടുക്കണം, പ്രായപൂർത്തിയാകണം. അതുകൊണ്ടാണ് യതീമായ കുട്ടിയെ യതീമായ സ്ഥിതിയിൽ നിക്കാഹ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. പ്രായപൂർത്തി ആയാലേ പറ്റുള്ളൂ. പ്രായപൂർത്തി ആയതിനു ശേഷം സമ്മതമെടുത്താലേ സമ്മതം പരിഗണിക്കപ്പെടുകയുള്ളൂ. ഇത് മഹല്ല് കമ്മിറ്റിക്കാരും ഖതീബുമാരും, ചിലപ്പോൾ ഖതീബുമാർ ശ്രദ്ധിച്ചില്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിക്കാരെങ്കിലും പഠിച്ചു വെച്ചാൽ നല്ലത്. നമ്മളെ നാദാപുരം നന്മയുടെ ഒരു ഭാഗമാണ്. പഴയ കാലത്ത് എല്ലാവർക്കും അത്തരം മസലകളൊക്കെ എല്ലാവർക്കും അറിയാം, നാടന്മാർക്കറിയാം. അത് വളരെ നല്ലതാണ്. അങ്ങനെ
അദ്ദേഹത്തോട് സമ്മതം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സമ്മതം എടുത്തിട്ടില്ല. അപ്പോൾ പെങ്ങളെ കിട്ടണ്ടേ? അപ്പോൾ പറഞ്ഞു പെങ്ങൾ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു. അതേ വീട്ടിൽ തന്നെ പെങ്ങളുണ്ട് എന്ന്. വലിയ സന്തോഷമായിപ്പോയി. അപ്പോൾ തന്നെ ബാപ്പൻ്റെ ജ്യേഷ്ഠനെയും ഈ ആങ്ങളനെയും വീട്ടിൻ്റെ ഉള്ളിലയച്ച് സമ്മതം എടുപ്പിച്ചതിന് ശേഷം നിക്കാഹ് ഈ ആങ്ങളെ കൊണ്ട് നടത്തിച്ചു. ഞാനിത് അനുഭവം പറഞ്ഞാൽ മനസ്സിൽ എപ്പോഴും ഓർമ്മ ഉണ്ടാവും. വെറുതെ മസാല മാത്രം പറഞ്ഞാൽ ഇപ്പം മനസ്സിൽ പതിയൂല. ഒരനുഭവം വെച്ചുകൊണ്ട് പറയുമ്പോൾ ഏത് കാലത്തും കേട്ട ആളുകൾക്ക് ആ പറഞ്ഞത് മനസ്സിൽ ഓർമ്മ ഉണ്ടാവും, ഓർക്കു വെക്കാതിരിക്കാനും പറ്റും. കാരണം ഇതിങ്ങനെ കേൾക്കുന്ന കൂട്ടത്തിൽ മസാല അങ്ങ് പഠിച്ചും പോകും. അങ്ങനെയാണ്, വെറും മസാല പറഞ്ഞാൽ വേഗം ഓർക്കു വെക്കും. അപ്പോൾ സഹോദരന്മാരെ, ഇത് ഉണ്ടായ സംഭവമാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പ്രായം തികയുക എന്ന് പറഞ്ഞാൽ 15 വയസ്സായാൽ ആണിനും പെണ്ണിനും പ്രായം തികയും. 15 വയസ്സിന് മുമ്പ് തന്നെ പല പെൺകുട്ടികൾക്കും പ്രായം തികയും. കാരണം അവർക്ക് മെൻസസ് ഉണ്ടാകുന്നതോടുകൂടി അത് 9 വയസ്സിൽ തന്നെ അവർക്ക് മെൻസസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അവർക്കതോടെ പ്രായം തികയും. അപ്പോൾ ഒരു 9 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടി, അവൾ ചിലപ്പോൾ ഒരു 5ാം ക്ലാസ് 4ാം ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവുള്ളൂ. അവൾ ഖുർആൻ മനപ്പാടാക്കുകയാണ്. അവൾക്ക് മെൻസസ് ഉള്ള സമയത്ത് ഖുർആൻ മനപ്പാടമാക്കാൻ പ്രയാസം. അവിടെ നമ്മൾ ഈ മസ്അല മനസ്സിലാക്കി വെച്ചാൽ അത് ഉപകാരപ്രദമാകും. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യജൂസു ലിൽ ജുനുബി വൽ ഹായിദി, ഹൈദുള്ള സ്ത്രീക്കും ജനാബത്തുള്ള പുരുഷനും അനുവദനീയമാകും അന്നദറു ഫിൽ മുസ്ഹഫി, മുസ്ഹഫിൽ നോക്കൽ എടുക്കരുത്, നോക്കൽ അനുവദനീയമാകും. വഖിറാഅതുഹു ബിൽ ഖൽബി, മനസ്സുകൊണ്ട് ഓതാം. ദൂന ഹർക്കത്തിൽ ലിസാനി, നാവ് ചലിപ്പിച്ചുകൊണ്ട് ഓതാൻ പാടില്ല. നാവ് ചലിപ്പിക്കാതെ മനസ്സിലൂടെ ഓതാം. അപ്പൊ ഖുർആൻ മനപ്പാഠമാക്കുന്ന ഈ കുട്ടിക്ക് ഖുർആൻ നോക്കി നാവ് കൊണ്ട് ചലിപ്പിക്കാതെ മനസ്സിലൂടെ ഖുർആൻ നടത്താം. അപ്പോൾ പിന്നെ മറന്നുപോകുന്ന പ്രശ്നം വരുന്നില്ല. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാണ്, അവിടെ നാവ് ചലിപ്പിക്കരുത്. വഹാദാ ലാ ഖിലാഫ ഫീഹി, ഈ പറഞ്ഞതിൽ ഒരു പണ്ഡിതനും തർക്കം ഇല്ല. 4ാമത്തെ മസ്അല ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാൻ, ഇദാ ലം യജിദിൽ ജുനുബു മാഅൻ വലാ തുറാബൻ യുസല്ലിൽ ഫരീളത വഹ്ദഹാ ലിഹുർമത്തിൽ വഖ്ത്. ഒരാൾക്ക് വെള്ളവും കിട്ടിയില്ല, ജനാബത്തുകാരന് മണ്ണും കിട്ടിയില്ല തേമം ചെയ്യാന്, എന്നാ പിന്നെ അയാൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണ്ടേ? അയാൾ നിസ്കരിക്കണം. നിസ്കാരം ഒരിക്കലും ഏത് സാഹചര്യത്തിലും നിസ്കാരം ബുദ്ധിയുണ്ടെങ്കിൽ ഒഴിവായി പോകൂല. നമ്മൾ അങ്ങനെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നല്ല അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് നിസ്കരിക്കണം. മകനോട് ഒരാൾ പറഞ്ഞ് എന്ത് ബെഡിലടിച്ച് തേമം ചെയ്ത് നിസ്കരിച്ചാൽ മതി. അങ്ങനെ അവൻ മരിക്കുന്നവരെ ബെഡിലടിച്ച് തേമം ചെയ്ത് നിസ്കരിച്ചു തന്നെ ഒരാൾ എന്നോട്. ഞാൻ ഇങ്ങനെ ആലോചിച്ച് പഠിച്ച ഒരു ബെഡിലടിച്ച് തേമം ചെയ്ത് നിസ്കരിക്കുക, അത് നിസ്കാര. അപ്പോൾ ഏതോ ഒരു അരമുസ്ലിയാർ പറഞ്ഞു പറ്റിച്ചതാണിത്. ആ കുട്ടി മരിച്ചുപോയി, അല്ലാഹു തആല ആ കുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ. അതേ സമയത്ത് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മറ്റു ചില മദ്ഹബുകൾ, നമ്മുടെ മദ്ഹബിൽ തേമം ചെയ്യുമ്പോൾ പൊടിയുള്ള മണ്ണിൻ്റെ പൊടി, ആ പൊടിയാണ് അടിച്ച് തേമം ചെയ്യേണ്ടത്. അത് കല്ലിൻ്റെ പൊടി പറ്റൂല, പൂഴി പറ്റൂല. അതേ സമയത്ത് മണ്ണുള്ള പൂഴി അതിന് കുഴപ്പമുണ്ടാവില്ല. അതായത് പൂഴിത്തരിയല്ല, മണ്ണ്. അപ്പൊ ചിലർ ചുമരുമ്മലടിച്ച് തേമം ചെയ്യാന്ന് പറയും. പഴയ കാലത്തുള്ള ചുമര് എന്ന് പറഞ്ഞാൽ അത് പെട്ടിക്കട്ട കൊണ്ടുള്ള ചുമരാണ്, അത് മണ്ണാണ്. അത് ചിലപ്പോ ചൂടായിട്ട് അല്ലെങ്കിൽ പൊടിയായി നിൽക്കുന്നുണ്ടാവും. അങ്ങനത്തെ ചില ചുമരിൽ മണ്ണിന്റെ പൊടി ഉണ്ടാകുമ്പോൾ അത് അടിച്ചിട്ട് തേമം ചെയ്യാൻ പറ്റും. അത് കേട്ട സാധാരണക്കാരൻ മനസ്സിൽ ചുമരുമ്മൽ അടിച്ച് തേമം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലക്ക് നല്ല സിമെന്റ് തേച്ച മാർബിൾ അടിച്ച് അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അടിച്ചിട്ട് തേമം ചെയ്യാം. വേറെ ചിലർ പറഞ്ഞു കൊടുക്കും അടിച്ച് തേമം ചെയ്യാൻ. ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പുറത്ത് ബാത്റൂമിൽ വെള്ളമുണ്ട്, എന്നാൽ ഇവരുണ്ട് ഈ ബെഡ്മേൽ അടിച്ചിട്ട് തേമം ചെയ്യുന്നു. അതേ സമയത്ത് ചില മദ്ഹബുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ബോഡിയിൽ ധാരാളം പൊടികൾ ഇങ്ങനെ വന്ന് നിറഞ്ഞിട്ടുണ്ട്. ആ പൊടി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൊടി ഉണ്ടല്ലോ, മണ്ണിന്റെ പൊടി ഉണ്ടല്ലോ. ആ ബോഡിയും ആയിപ്പോയി എന്നല്ലേ ഉള്ളൂ, അതിമേലടിച്ചാൽ മതി, മണ്ണിന്റെ പൊടിയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കാതെ എവിടെങ്കിലും ഒന്ന് അടിച്ചാൽ മതി എന്ന് മനസ്സിലാക്കിയത് തെറ്റാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. വേറെ മദ്ഹബുകളിൽ പോലും എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാതെ
അത്തരത്തിലുള്ള ഫത്വകൾ കൊടുക്കുന്ന ഈ അര ചികിത്സകരെ കൊണ്ട് വലിയ അപകടം വരും. ഓരോരുത്തരുടെ നിസ്കാരമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, വലിയ വിഷയമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതായിരുന്നാലും തീരെ ഒരു മനുഷ്യന് വെള്ളവും കിട്ടിയില്ല, മണ്ണും കിട്ടിയില്ല, ഒരു സ്ഥലത്ത് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ജയിലിൽ വെള്ളവുമില്ല, മണ്ണുമില്ല. അയാളെങ്ങനെയാ ഫർള് നിസ്കരിക്കണോ? നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കണം? വഹ്ദഹ, ഫർള് മാത്രം നിസ്കരിക്കണം. അതെങ്ങനെ നിസ്കരിക്കണം? അത് മണ്ണും വെള്ളവും ഇല്ലെങ്കിലും ആ സമയത്തിൻ്റെ മഹത്വം പരിഗണിച്ച് നിസ്കാരം നിർവഹിക്കണം. ഒന്നുമില്ല, തേമില്ല, ആ സമയത്ത് ആ ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടി അത് നിർവഹിക്കണം. പക്ഷേ അദ്ദേഹം അങ്ങനെ നിസ്കരിക്കുമ്പോൾ വലാ യഖറഉ സിയാദതൻ അലൽ ഫാത്തിഹത്തി, ഫാത്തിഹക്കപ്പുറം വേറെ ഒന്നും ഓതാൻ പാടില്ല, ഒരു സൂറത്ത് ഓതാൻ പാടില്ല. കാരണം ഇയാൾക്ക് ജനാമത്തുകാരനായിട്ട് അയാൾക്ക് ഒളു എടുക്കാൻ വെള്ളവും കിട്ടിയിട്ടില്ല, തേമം ചെയ്യാൻ മണ്ണും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഫാത്തിഹ മാത്രമേ ഓതാൻ പാടുള്ളൂ. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാം. മറ്റൊന്ന് നബി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഗൈറുൽ ജുനുബി വൽ ഹായിദി, ഹൈദും ഇല്ല ജനാബത്തും ഇല്ല അങ്ങനെയുള്ള ഒരാൾ, ലൗകാന ഫമുഹു നജസൻ, അയാളെ വായിൽ നജസുണ്ട്, എന്നാൽ അദ്ദേഹത്തിന് ഖുർആൻ ഓതൽ ഹറാമാണോ? വായിൽ നജസുണ്ട്. ഉദാഹരണത്തിന് ഊന് പൊട്ടി ചോര വന്നിട്ടുണ്ട്, ചോര നജസാണ്. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചെയ്യില്ല. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ഇരുന്നോളൂ. വായിൽ ചോര ഉണ്ടായിട്ടുണ്ട്. വായിൽ നജസായാൽ ഉടനെ കഴുകി വൃത്തിയാക്കണം. കഴുകുന്ന സമയത്ത് കർമ്മശാസ്ത്രപരമായ നിയമം വായി മുഴുവനും വെള്ളമെത്തിക്കണം. വായി മുഴുവനും വെള്ളമെത്തിക്കാനാൽ അങ്ങേ തലവരെ അവസാനം ഇറങ്ങിപ്പോകാത്ത രൂപത്തിൽ അങ്ങേ തലവരെ എത്തിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ശരിക്കും എല്ലാ സ്ഥലവും എത്തിച്ചിട്ട് തുപ്പിക്കളയാം. എന്നാൽ വായു വൃത്തിയായി. അപ്പം അങ്ങനെ കഴുകാതെ ഒരാൾക്ക് നജസ് വായിൽ ഉള്ളപ്പോൾ ഖുർആൻ ഓതാമോ? ഓതാൻ ഹറാമാണോ? അല്ലേ? നബി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, കുരിഹലഹു ഖിറാഅത്തുൽ ഖുർആൻ, അവന് ഖുർആൻ ഓതൽ കറാഹത്താണ്, പാടില്ലാത്ത കാര്യമാണ്, ഹറാം എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാർ ഉണ്ട്. എന്നാൽ അതിൽ ഏറ്റവും പ്രബലമായ അഭിപ്രായം ഹറാമില്ല, കറാഹത്താണ് എന്നതാണ്. ആറാമത് പറയുന്ന മസ്അല ഇമാം നവവി റളിയല്ലാഹു അൻഹു, അജ്മഅൽ മുസ്ലിമൂന അലാ ജവാസി ഖിറാഅത്തിൽ ഖുർആൻ ലിൽ മുഹ്ദിസിൽ ഹദസിൽ അസ്ഗർ, ചെറിയ അശുദ്ധി അഥവാ വദുഇല്ല, വദുഇല്ലാത്ത ആൾക്ക് ഖുർആൻ ഓതൽ അനുവദനീയമാണ് എന്നതിൽ മുസ്ലിം പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു. വൽ അഫ്ളു അൻ യതവല്ല ലഹാ, ഏറ്റവും ശ്രേഷ്ഠം ഒതുവെടുത്തിട്ട് ഖുർആൻ ഓതലാണ്. അപ്പോൾ ഒതു ഉണ്ടായിരിക്കൽ വളരെ നല്ലതാണ്, പുണ്യമാണ്. ഒതു ഇല്ലെങ്കിലും ഖുർആൻ ഓതാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് യാസീൻ ഓതുമ്പോൾ ചിലപ്പോൾ ഒതു ഉണ്ടാവില്ല, അതുകൊണ്ട് ഓതുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ലത് ഒതുവോടുകൂടെ ഓതുന്നതാണ്. ഇതേപോലെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ, ബ്ലീഡിങ്ങിൻ്റെ അസുഖമുള്ള ചില സ്ത്രീകളുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് മെൻസസ് അല്ല, അതേ സമയത്ത് പലപ്പോഴും മെൻസസിൻ്റെ അപ്പുറം അവർക്ക് രക്തം കാണുന്നു. അങ്ങനെയുള്ള സ്ത്രീകൾ അവർക്ക് അവരുടെ ഹൈദായി ഗണിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ട്, ഹൈദിൽ പെടാത്തതായി ഗണിക്കപ്പെടുന്ന സന്ദർഭങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന്, നേരത്തെ ഒരിക്കൽ ഹൈദുണ്ടായ സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയുടെ മെൻസസ് ഉണ്ടായിരുന്ന സമയം ഏതാണോ ആ സമയം അവളുടെ മെൻസസിൻ്റെ പീരീഡായി കണക്കാക്കപ്പെടും. അതിനിപ്പുറമുള്ളത് മെൻസസിൻ്റെ പീരീഡ് അല്ലാതെ കണക്കാക്കപ്പെടും. അതുപോലെ നിയമങ്ങൾ വളരെ വിശദമായി പറയേണ്ട ഒരു നിയമമാണത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ ചിലപ്പോൾ ആ മെൻസസിൻ്റെ രക്തത്തിൻ്റെ രൂപം കണക്കിലെടുത്തുകൊണ്ട് ഇന്നത് മെൻസസാണ്, ഇന്നത് വെറും കേവലം ബ്ലീഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കുന്ന നിയമങ്ങളുണ്ട്. അതൊക്കെ വിശദമായി ഭർത്താക്കന്മാർ മുഖേന പണ്ഡിതന്മാരോട്
അങ്ങനെ അത്യാവശ്യമുള്ള സ്ത്രീകളുണ്ടെങ്കിൽ ചോദിച്ച് പഠിക്കേണ്ടതാണ്. ഇപ്പോൾ വിശദമായി വാതിൽ വെച്ച് അത് പറഞ്ഞ് സമയം പോക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ അത് ആവശ്യം വരുള്ളൂ. അങ്ങനെയുള്ള സ്ത്രീകൾ അവരുടെ മെൻസസിൻ്റെ പീരീഡായി കണക്കാക്കപ്പെടുന്ന സമയം അവർക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് അവർക്ക് ഖുർആൻ ഓതാനും പറ്റില്ല. അല്ലാത്ത സമയത്ത് അവർ നിസ്കരിക്കണമല്ലോ. ആ സമയത്ത് ഒരു ഖുർആൻ ഓതാൻ പറ്റുകയും ചെയ്യും. ഇതും കൂടി ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏഴാമതായി പറയുന്ന ഒരു മസ്അല, കുളിക്കുന്ന സ്ഥലത്ത് വെച്ച് ഖുർആൻ ഓതാമോ? ഇപ്പം നമ്മളെ ഹിഫ്ദുൽ ഖുർആൻ കോളേജിലെ കുട്ടികൾ കുളിക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ച് ഒരാൾക്ക് ഖുർആൻ ഓതാമോ? അങ്ങനെ ഖുർആൻ ഓതുന്നത് കറാഹത്തുണ്ടോ ഇല്ലേ എന്നതിൽ പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ട്. അതുകൊണ്ട് അത്തരം സ്ഥലങ്ങളിൽ വെച്ച് ഓതണ്ട, കുറച്ച് ഇപ്പുറം മാറി നിന്നിട്ട് ഓതലല്ലേ നല്ലേ. കുളിക്കുന്നിരുന്ന് ഒരു ഖുർആൻ ഓതണോ? അതുകൊണ്ട് മാറി നിന്ന് ഓതാൻ വേണ്ടി ശ്രമിക്കണം. ഏതായിരുന്നാലും അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എട്ടാമതായി ലാ തുക്റഹുൽ ഖിറാഅത്തു ഫി ത്വരീഖി മാറൻ. ഒരാളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോകുമ്പോൾ യാത്രയിൽ ഖുർആൻ ഓതാമോ, നടത്തത്തിൽ ഖുർആൻ ഓതാമോ? അതിന് കുഴപ്പമൊന്നുമില്ല, ഖുർആൻ തെറ്റിപ്പോകരുത് എന്ന് മാത്രം. തെറ്റിപ്പോകാത്ത നിലക്ക് നടന്നിങ്ങനെ പോകുമ്പോൾ ഖുർആൻ ഓതിപ്പോകുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല. ഇതുപോലെ അവിടെയും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ഒരഭിപ്രായം ഉണ്ട്. ഈ ഉദാഹരണത്തിന് പഴയ കാലത്ത് പല വസ്തുക്കളും പൊടിക്കൽ ആസുങ്കല്ല് വെച്ചിട്ടാണ് പൊടിക്കൽ. പണ്ട് കാലത്ത്, ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, അബിലിടിക്കുക എന്നൊരു പരിപാടിയുണ്ട്. അതിങ്ങനെ കാലുകൊണ്ട് ചവിട്ടിയിട്ട് അപ്പുറം വെട്ടെന്ന് പറഞ്ഞിങ്ങനെ വീഴലാണ്. ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലയെന്ന് എനിക്കൊന്നും ഉണ്ടോയെന്ന് അല്ലാഹു അലം എനിക്കറിയില്ല. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ആസുങ്കല്ല് കൊണ്ട് തിരിച്ചിട്ട് പൊടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ പൊടിക്കുന്ന സ്ഥലത്ത് വെച്ച് ഖുർആൻ ഓതാമോ എന്നതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇമാം ശാബിർ റളിയല്ലാഹു അൻഹു അത്തരം സ്ഥലങ്ങളിൽ ഖുർആൻ ഓതുന്നത് കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധ മാറാതെ ശരിക്കും നന്നായി ശ്രദ്ധ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഓതുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. മറ്റൊന്ന്, ഇദാ കാന യഖറഉ ഫഅറദത ലഹു റീഹുൻ അംസക അനിൽ ഖിറാഅതി ഖാല ഖുറൂജിഹാ. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ട ഒരു മസലയാണ്. നമ്മൾ ഖുർആൻ ഇപ്പോൾ യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ വേറെ എന്തോ ഇങ്ങനെ ഓതാണ്. നമുക്ക് ഒതു ഇപ്പോൾ ഒന്നുകിലുണ്ട് അല്ലേ ഇല്ല, എന്തായാലും ശരി. ആ സമയത്ത് ഒരാൾക്ക് കീഴ്വായു മുട്ടിയാൽ ഖുർആൻ ഓതിക്കൊണ്ട് അതവൻ ചെയ്യാൻ പാടില്ല. വലിയ അദബുകേടായിപ്പോ. ഒരു ഭാഗത്തുനിന്ന് അവൻ്റെ ഒതു മുറിയുന്നു, ഒരു ഭാഗത്തുനിന്ന് ഖുർആൻ ഓതുന്നു. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അത് ഖുർആനിനോട് വലിയ അദബുകേടായി പോകും. അതുകൊണ്ട് അത് പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയും. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചോളണമെന്നില്ല, അതുകൊണ്ടാണ് അത് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്.